എല്ലാവർക്കും നമസ്കാരം. ലൂസിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കാമെന്ന് ഉദ്ദേശിക്കുന്ന വിഷയം വീഡിയോ ഞാൻ കാണാനിടയായി. അതായത് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കഴിക്കാമോ എന്ന് ഒരു ഡോക്ടർ എന്ന് പറയുന്ന ഒരാളോട് ആരോ ചോദിച്ചു. ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ ഉത്തരം എന്നുള്ള രീതിയിൽ ഫേസ്ബുക്കിനകത്ത് പ്രചരിക്കുന്ന ഒരു വീഡിയോ കണ്ടു. ഒരു നാച്ചുറോപതറ്റിക് ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അദ്ദേഹം സ്വയം അവകാശപ്പെടുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ എന്നാണ്. ആദ്യം നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ എന്താണ് എന്നൊന്ന് നോക്കാം. ഈ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കൂ. എല്ലാം ഹോൾ ഗ്രെയിൻ ആയിട്ടുള്ള ആഹാരം മാത്രം കഴിക്കൂ. സപ്ലിമെൻറ്റ്സുകൾ കുറേ റെക്കമെൻഡ് ചെയ്യുന്നു, അതെടുക്കൂ. കുറേ വ്യായാമങ്ങൾ ചെയ്യുന്നതൊക്കെയാണ്. കേൾക്കുമ്പോൾ നമുക്ക് വളരെ ശാസ്ത്രീയമായിട്ടൊക്കെ തോന്നും. അതായത് ഹോൾ ഗ്രെയിനൊക്കെ കഴിക്കുക, അതായത് ആവശ്യത്തിന് ഫൈബറൊക്കെ ചെല്ലണം, സപ്ലിമെൻറ്റുകൾ എടുക്കുക. അതാണ് ഇവരുടെ മെയിൻ ഒരു സംഗതി. അതിനോടൊപ്പം കുറേ എക്സസൈസ് ചെയ്യുക. കേൾക്കുമ്പോൾ വളരെ നല്ല അഡ്വൈസ് ആയിട്ടൊക്കെ തോന്നും. കുറേ കാര്യങ്ങളൊക്കെ ഇവർ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. അതിനോടൊപ്പം ഡീടോക്സ് അല്ലെങ്കിൽ അതുപോലെയുള്ള കുറേ പരിപാടികളും കൂടി വിൽക്കുന്ന ഒരു പരിപാടിയാണ് ഈ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ. ഇത് അമേരിക്കയിലാണ് ആപ്പാടെ ഒരു ഗ്രൂപ്പ് ചേർന്നിട്ട് ഉണ്ടാക്കിയത്. അതിനുശേഷം അത് പല രാജ്യങ്ങളിലോട്ടൊക്കെ ചെറുതായിട്ടൊക്കെ പടർന്നിട്ടുണ്ട്. കാര്യം സ്യൂഡോ സയൻസിന് എല്ലാ നാട്ടിലും നല്ല സ്വീകാര്യതയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇന്ത്യയിലും ഒരു ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ കമ്മ്യൂണിറ്റി ചെറുതായിട്ട് ഗ്രോ ചെയ്ത് വരുന്നുണ്ട്. ഇവരെല്ലാം സ്വയം പ്രഖ്യാപിത ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യനാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ അമേരിക്കയിലുള്ള ഒരു സൊസൈറ്റി കൊടുക്കുന്ന സംഗതിയാണ്. ഇത് മെയിൻ സ്ട്രീം മോഡേൺ മെഡിസിനുമായിട്ട് അല്ലെങ്കിൽ മോഡേൺ സയൻസുമായിട്ട് യോജിച്ച് നിൽക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവില്ല. കാര്യം പേര് തന്നെ ഭയങ്കര ജാട പേരാണ്. ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ ശരി, അപ്പോൾ എന്തോ ഒരു മെഡിസിനൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിട്ട് നമുക്ക് തോന്നും. നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഓൾട്ടർനേറ്റ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കൂടെ ആയുഷ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അതിനകത്തും ഈ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ എന്ന് പറഞ്ഞൊരു സാധനം അംഗീകരിച്ചതായിട്ട് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ളൊരു സംഭവം. അപ്പോൾ പുള്ളി പറയുന്ന ഒരു കാര്യം എന്താണ്? പ്രധാനമായിട്ടും ഈ രോഗി വന്ന് ചോദിച്ചത് വൈറ്റമിൻ കൂടുതലെടുത്താൽ കുഴപ്പമുണ്ടോ? ഏതോ ഒരു ഡോക്ടർ പറയുന്നത് കേട്ടു, വൈറ്റമിൻ കൂടുതലെടുത്തു കഴിഞ്ഞാൽ ടോക്സിസിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ചില അവയവങ്ങൾക്കൊക്കെ ദോഷം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇദ്ദേഹം കൊടുക്കുന്ന അഡ്വൈസ് എന്താണ്? ചോറ് കഴിക്കുന്നത് പോലെയോ പൊറോട്ട കഴിക്കുന്ന പോലെയോ കൊക്കക്കോള ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് ആരും ചോദിക്കാറില്ല അത് കൂടുതലായി പോവോ, ഓവർ ഡോസ് ആവോ, പ്രശ്നമാവോ എന്ന്. പക്ഷേ വൈറ്റമിൻ ആരെങ്കിലും കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആളുകൾ ചോദിക്കുന്നു അത് ഓവർ ഡോസ് ആവില്ലേ എന്നുള്ളതാണ്. ഈ ലേഡി അല്ലെങ്കിൽ ഹൂവർ ആ പേഷ്യൻറ്റിന് അവിടെ ചെന്ന് ചോദിച്ചതിനകത്ത് എന്തെങ്കിലും വാസം ഉണ്ടോ എന്ന് നമുക്ക് തപ്പി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം, വളരെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. എല്ലാ വൈറ്റമിൻസും എല്ലാ സപ്ലിമെൻറ്റ്സും ടോക്സിസിറ്റി ഇല്ലാത്തവയല്ല. ഈ സപ്ലിമെൻറ്റ്സും ഫുഡും ഒന്നായി കാണുന്നത് തെറ്റാണ്. ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സപ്ലിമെൻ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ നമ്മുടെ ഡയറ്റിനകത്ത് എന്തെങ്കിലും ഒരു കാരണത്തിനകത്ത് പോരായ്മയുണ്ടെങ്കിൽ അതിനെ സപ്ലിമെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ ശരിക്കും ആ ഒരു ഡെഫിഷ്യൻസി കാരണം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നു, അല്ലെങ്കിൽ നമ്മൾ ചില പ്രത്യേക ഡയറ്റുകൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, അതിനെ നികത്തുക എന്നുള്ള ജോലിയാണ് സപ്ലിമെൻറ്റ്സ് ചെയ്യുന്നത്. അല്ലാതെ സപ്ലിമെൻറ്റ് ചുമ്മാ കഴിക്കേണ്ട കാര്യമുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ എവിടെ നോക്കിയാലും കാണുന്ന ഒരു റെക്കമെൻഡേഷനായിട്ടുള്ളത്. നല്ലതാണെന്ന് പറഞ്ഞൊരു സാധനം ചുമ്മാ കഴിക്കേണ്ട കാര്യമില്ല. പക്ഷേ ആഹാരം അങ്ങനെയല്ല. ആഹാരം എന്ന് പറഞ്ഞാൽ ഏതൊരു ജീവിക്കും സസ്റ്റെയിൻ ചെയ്യാൻ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ചോറ് ഓവറായിട്ട് കഴിക്കുന്നത് മോശമാണ്. കാർബ് ഒരുപാട് ചെന്ന് കഴിഞ്ഞാൽ പൊണ്ണത്തടി പോലെയുള്ള കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അത് തടിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള അല്ലെങ്കിൽ എണ്ണ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊഴുപ്പായിട്ട് മാറുന്നുള്ളത് അറിയാം. അത് കഴിക്കരുത് എന്ന് പറയുന്നത് ശരിക്കും കറക്റ്റായിട്ടുള്ളൊരു അഡ്വൈസ് തന്നെയാണ്. അല്ലെങ്കിൽ കഴിക്കരുതെന്നല്ല, നിയന്ത്രിച്ച് കഴിക്കണം എന്നുള്ളത്. പൊറോട്ടയുടെ കാര്യമായാലും നിയന്ത്രിച്ച് കഴിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട്. കാര്യം ഒരുപാട് കാലറി ഉണ്ട്, ഭയങ്കര ഗ്ലൈസിമിക് ഇൻഡെക്സ് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കഴിക്കുക എന്ന് പറയുന്നത് നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു ആരോഗ്യ സാക്ഷരതയുള്ള സമൂഹത്തിനോട് അത് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ പ്രശ്നം തുടങ്ങുന്നത് സപ്ലിമെൻറ്റ്സ് അതുപോലെയാണെന്ന്, അതും സപ്ലിമെൻറ്റ്സിനെയും ഇക്വേറ്റ് ചെയ്യുക എന്ന് പറയുന്ന സ്ഥലത്താണ്. പോഷകങ്ങൾ കുറഞ്ഞ സ്ഥലങ്ങളിൽ സപ്ലിമെൻറ്റുകൾ കൊടുക്കേണ്ടി വരുന്നു. ഇപ്പോൾ കുട്ടികളുടെ വളർച്ച, സ്റ്റണ്ണിങ് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നിടത്ത് പലയിടത്തും ഇപ്പോൾ പല രാജ്യങ്ങളിലും കുട്ടികൾക്കൊക്കെ ചില സപ്ലിമെൻറ്റ്സ് കൊടുക്കേണ്ടതായിട്ട് വരും. കാര്യം അവർക്ക് ആവശ്യത്തിന് ഡയറ്റിൽ കിട്ടാതെ വരുമ്പോൾ അവർക്ക് ചില രോഗങ്ങൾ വരാതിരിക്കുന്നതിനുമൊക്കെ വേണ്ടി കൊടുക്കുന്നുണ്ട്. അതെല്ലാം ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഇദ്ദേഹം എന്തിനാണ് ഈ വൈറ്റമിൻ ഡി റെക്കമെൻഡ് ചെയ്യുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. ഇദ്ദേഹം പറയുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? മുടി കൊഴിച്ചിൽ, ഇൻഫ്ലമേഷൻ, പിന്നെ പൊതുവേ ഇദ്ദേഹം പറയാത്ത വേറെ കുറച്ച് കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. സാധാരണ ഇവർ പറയുന്നത് ക്യാൻസറിനുള്ളത്, അല്ലെങ്കിൽ ലോഞ്ചിവിറ്റി, ജീവിത ദൈർഘ്യം കൂടാനായിട്ട്. അതുപോലെ തന്നെ വേറെ കുറച്ച് കാരണങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ നീണ്ട ഒരു ആൻറ്റി ഏജിങ് ആയിട്ട് വർക്ക് ചെയ്യും എന്നൊക്കെയുള്ളതാണ്. ഇതിനൊക്കെ തെളിവുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്.
അപ്പോൾ വൈറ്റമിൻ ഡിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി എന്ന് പറയുന്ന സാധനത്തിന് നല്ല ടയർ 1 അല്ലെങ്കിൽ നമുക്ക് പറയാവുന്ന ഏറ്റവും ക്വാളിറ്റിയുള്ള എവിഡൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണുന്ന കാര്യം മുടി കൊഴിച്ചിലിൽ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് എടുത്തത് കൊണ്ട് മുടി തിരിച്ചു വരും എന്ന് പറഞ്ഞ ക്വാളിറ്റിയുള്ള റാൻഡമൈസ് കൺട്രോൾ ട്രയൽ അല്ലെങ്കിൽ മെറ്റാ അനാലിസിസ് ഒക്കെ ഉള്ള നല്ല പഠനങ്ങൾ ഇല്ല എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് തന്നെയാണ്. ഇനിയുള്ള കാര്യം ഇൻഫ്ലമേഷനും ഒരു ചില മാർക്കേഴ്സ് മാത്രം കുറച്ച് കുറയുന്നതായിട്ടോ അല്ലെങ്കിൽ കൺട്രോൾ ആവുന്നതായിട്ടോ ഒക്കെ കാണുന്നുണ്ട് എന്നുള്ളതല്ലാതെ വളരെ നല്ല രീതിയിൽ ഇതിനെ ഒരു ഇൻഫ്ലമേഷൻ ഒരു മരുന്ന് എന്നുള്ള രീതിയിലൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ട് വലിയ തെളിവുകളൊന്നുമില്ല. കുറച്ചെങ്കിലും നല്ല തെളിവുകളുള്ളത് വൈറ്റമിൻ ഡി കുറവുള്ള ആളുകൾക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രയോജനമുള്ളതായിട്ട് ചില തെളിവുകളുണ്ട് എന്നുള്ളതല്ലാതെ ഇപ്പോൾ ആൻറ്റി ഏജിങ്ങിൻ്റെ കാര്യത്തിനകത്തോ വേറെ അല്ലെങ്കിൽ ലോഞ്ചിവിറ്റിയുടെ കാര്യത്തിനകത്തോ ക്യാൻസർ പ്രിവെൻഷനകത്തോ ഒന്നും ഒരു Tier 1 അല്ലാതെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള എവിഡൻസ് ഇല്ല എന്നുള്ളത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവിടെ തെറ്റിയും തെറിച്ചും കുറേ പഠനങ്ങളൊക്കെ ഉണ്ടാവും, മൃഗങ്ങളിൽ നടത്തിയിട്ടുള്ള ചില പഠനങ്ങളുണ്ടാവും. ഇതും അല്ലെന്നുണ്ടെങ്കിൽ മനുഷ്യനിൽ തന്നെ ചെറിയ ഗ്രൂപ്പുകൾ വെച്ചിട്ട് പ്ലസീബോ കൺട്രോൾഡ് അല്ലാത്ത, അതായത് ഒരു കൺട്രോൾ ഗ്രൂപ്പ് ഇല്ലാത്ത കുറച്ച് പഠനങ്ങൾ, ക്വാളിറ്റി നിലവാരം കുറഞ്ഞ പഠനങ്ങൾ കാണാമെന്നല്ലാതെ വേറെ ഒരു പഠനങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇനി നമുക്കിതിൻ്റെ റൂട്ട് അടിസ്ഥാന ചോദ്യത്തിലേക്ക് വരാം. ആ രോഗി ഈ പറഞ്ഞ ഡോക്ടർ എന്ന് പറയുന്ന ആളോട് ചോദിച്ചതിനകത്ത് എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. വൈറ്റമിൻസിനെ നമ്മൾ അതിൻ്റെ ഒരു സയൻസ് പറയുകയാണെങ്കിൽ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വൈറ്റമിൻസിനെ നമ്മൾ 2 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട് പ്രധാനമായിട്ട്. ഒന്ന് ഫാറ്റ് സോല്യുബിൾ അല്ലെങ്കിൽ കൊഴുപ്പിൽ അലിഞ്ഞു ചേരുന്ന വൈറ്റമിൻസ്, അതായത് A, D, E and K. അതുപോലെ തന്നെ വാട്ടർ സോല്യുബിൾ ആയിട്ടുള്ള വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്ന വൈറ്റമിൻസ്. ഇങ്ങനെ 2ആയിട്ട് നമുക്ക് തിരിക്കാം. ഇപ്പോൾ C അതുപോലെ B പോലെയുള്ള വൈറ്റമിൻസാണ് വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നത്. അപ്പോൾ വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്ന വൈറ്റമിൻസ് അങ്ങനെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുകയോ കാര്യങ്ങളൊന്നുമില്ല. യൂഷ്വലി ഇനിയിപ്പോൾ ഓവർഡോസ് ആയാൽ പോലും അത് മൂത്രത്തിലൂടെയൊക്കെ അങ്ങ് പൊക്കോളും, അത്ര വലിയ പ്രശ്നമല്ല. ഇപ്പം നമുക്ക് വൈറ്റമിൻ സി ആവശ്യമുള്ള ഒരു സാധനമാണ്, ഡെയിലി ആവശ്യമുള്ള ഇൻടേക്ക് എടുക്കേണ്ട ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിൽ നിന്നൊക്കെ ആവശ്യത്തിനുള്ളത് കിട്ടുന്നുണ്ട്. അത് തീരെ കുറഞ്ഞു പോകാൻ പാടില്ല, ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് വൈറ്റമിൻ സി. പിന്നെ ഈ പറഞ്ഞ പോലെ ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഫോളേറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യാനുള്ള ഒരു കഴിവ് മനുഷ്യരുണ്ട്. പക്ഷേ പ്രധാന വില്ലന്മാരെന്ന് പറയുന്നത്, അതായത് ഓവർഡോസ് ഉണ്ടാവാൻ സാധ്യതയുള്ള സംഗതികൾ എന്ന് പറഞ്ഞാൽ ADEK എന്ന് പറയുന്ന ഈ പറയുന്ന വൈറ്റമിൻസ് ആണ്. ഇത് കൊഴുപ്പിലലിയുന്ന അല്ലെങ്കിൽ ഫാറ്റ് സോല്യുബിളാണ്, ദീർഘകാലം സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് വൈറ്റമിൻ്റെ ഗ്രൂപ്പാണ് ഈ ADEK എന്ന് പറയുന്നത്. ഇപ്പോൾ വൈറ്റമിൻ എ നമ്മൾ കൊച്ചിലെ മുതലേ കേട്ടിട്ടുള്ളതാണ്, ക്യാരറ്റിലൊക്കെ ധാരാളം ഉണ്ട്, ഒരുപാട് കഴിക്കണം, കണ്ണിന് നല്ലതാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ എ ആവശ്യത്തിന് വേണം. വൈറ്റമിൻ എ കുറവാണ് എന്ന് ഏതെങ്കിലും ഒരു ഡോക്ടർ, പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടർ പറയുകയാണെങ്കിൽ, സപ്ലിമെൻറ്റ് എടുക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എടുത്തോളൂ, അതിൽ യാതൊരു തെറ്റുമില്ല. അല്ലാതെ ചുമ്മാ വാരി വൈറ്റമിൻ കഴിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഇനി ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന ഒരു സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി തന്നെയാണ്. പലരും വൈറ്റമിൻ ഡി എടുക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യാറുണ്ട്, ഡോക്ടേഴ്സായിട്ടുള്ളവരും അല്ലാത്തവരും ജിം ട്രെയിനേഴ്സും ഒക്കെ പറയാറുണ്ട്. ആക്ച്വലി വൈറ്റമിൻ ഡി കൊണ്ടും ടോക്സിസിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ അടുത്ത കാലത്ത് 89 വയസ്സുള്ള ഒരാൾ ടോക്സിസിറ്റി മൂലം മരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ ഹെൽത്ത് ക്ലെയിമുകളുടെ ബസ് വേർഡാണ് ഈ വൈറ്റമിൻ ഡി എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി ഒരുപാട് കഴിച്ച് കഴിഞ്ഞാൽ, അതായത് കാൽഷ്യം കൂടുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ബ്ലഡിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും അത് ടോക്സിസിറ്റിയിലേക്ക് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇയും കെയും, കെ എന്നൊക്കെ പറയുന്നത് നാച്ചുറലായിട്ട് ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് കൊണ്ട് യാതൊരു പ്രശ്നം ഉണ്ടാവാറില്ലെങ്കിലും K3 ടോക്സിക് ആയിട്ട് ഉള്ള കേസുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പറയേണ്ട കാര്യം വൈറ്റമിൻ ഡി ആയതുകൊണ്ട് വൈറ്റമിൻ ഡിയുടെ കാര്യം നമ്മൾ എടുത്ത് പറയേണ്ടത് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് പേര് വൈറ്റമിൻ ഡി കഴിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ ഡി ഓവർഡോസ് ആയി കഴിഞ്ഞാൽ ടോക്സിക് ആവാനുള്ള സാധ്യത മനസ്സിലാകും. ഇനി വൈറ്റമിൻ എ വളരെ നിസ്സാരമായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയാണ്. അതായത് ഫുഡിൽ നിന്ന് തന്നെ കഴിച്ചതിന് ശേഷം ടോക്സിസിറ്റി വന്ന ഒരു കേസ് നമുക്കറിയാവുന്നതാണ്. ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതാണ് വളരെ ഫേമസ് ആയിട്ടുള്ള 1911 3 പേര് പോൾസ് ധ്രുവങ്ങൾ വിസിറ്റ് ചെയ്യാനായിട്ട് പോകുന്നു. അവിടെ പോയ സമയത്ത് അവരുടെ ഒരു ഗ്രൂപ്പിൽ അവർ പട്ടികളെ കൊണ്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അവരുടെ ഫുഡും സപ്ലൈസും ഒരാൾ ആദ്യം കുഴിക്കകത്ത് വീഴുന്നു. അപ്പോൾ അത് പോയതുകൊണ്ട് 2 പേര് തിരിച്ച് അവർ ക്യാമ്പിലേക്ക് വരികയാണ്. 350 മൈൽ നടന്ന് വരുന്നതിനിടയിൽ അവർ പട്ടിയെ കൊന്നത് കഴിക്കുന്നു, അല്ലെങ്കിൽ സീലിൻ്റെ മീറ്റ് കഴിക്കുന്നു. പ്രത്യേകിച്ച് ഒരാൾ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ലിവർ, മസിൽ മീറ്റിനേക്കാളും കൂടുതൽ ലിവറാണ് കഴിച്ചത്. അപ്പോൾ ലിവറിനകത്തുണ്ടായിരുന്ന ടോക്സിസിറ്റിയുടെ കൂടുതൽ കാരണം ഒരാൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു, ഒരാൾ മരിച്ചു പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഹൈപ്പർ വൈറ്റമിനോസിസ് എന്ന് പറഞ്ഞ ഒരു പ്രശ്നം റിയലായിട്ട് നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയ ഒരു ഇൻസിഡൻ്റാണിത്. ഓസ്ട്രേലിയയിലെ ഒരു വലിയ ഹീറോ ആയിരുന്നു, ഭയങ്കര എക്സ്പെഡിഷനൊക്കെ നടത്തിയിരുന്ന ഒരാളായിട്ട് പോലും
അദ്ദേഹത്തിന് കഷ്ടിച്ച് സർവൈവ് ചെയ്യാൻ പറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മെഡിക്കൽ അറ്റൻഷൻ കിട്ടിയതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഈ വൈറ്റമിൻ എന്ന് പറയുന്നത് ഫുഡ് പോലെ അത്ര നിർദോഷമായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മളത് സപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഫുഡിൻ്റെ കൂടെ കഴിക്കുമ്പോൾ കുഴപ്പമില്ല. സപ്ലിമെൻറ്റ്സ് ആയിട്ട് എടുക്കുമ്പോൾ ഒരു ഡോക്ടർ നിർദ്ദേശിക്കുകയല്ലാതെ അത് കഴിക്കുന്നത് ശരിയല്ല. ഡോക്ടർ എന്ന് പറയുമ്പോൾ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ആയിരിക്കണം, അല്ലാതെ നമ്മൾ എടുക്കുന്നത് ശരിയല്ല. നിങ്ങൾ സ്റ്റഡീസ് നോക്കുമ്പോഴും കാണുന്ന ഇതാണ്. ഇനി വെറുതെ മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ ക്യാൻസർ പ്രിവെൻഷൻ എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ചുമ്മാ അടിച്ചു വിടുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള എവിഡൻസും പേപ്പറും എവിടെയെന്നുള്ളത് ചോദിക്കുകയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത്.